ഫിനിക്സ് ഫ്രണ്ട്സ് എൻ്റർടൈമിലൂടെ അവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പ് വാർത്തകൾ വായിക്കുന്നത് ജയ്ജു. ഇന്ന് നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ സ്കോട്ട്ലാൻഡും വെസ്റ്റ് ഇൻഡീസുമാണ് ഏറ്റുമുട്ടിയത്. ടോസ് നേടിയ സ്കോട്ട്ലാൻഡ് വെസ്റ്റ് ഇൻഡീസിനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ വെസ്റ്റ് ഇൻഡീസ് 182 റൺസ് എടുത്തു. വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി ബാറ്റിങ്ങിൽ തിളങ്ങിയത് ബ്രാൻഡ് കിങ് 35, ഹെയ്റ്റ്മെയർ 64 റൺസ്, 36 ബോളിൽ 6 സിക്സ് അടക്കമാണ് അടിച്ചത്. പവൽ 24, റൂദർഫോർഡ് 26 റൺസ് എന്നിങ്ങനെയാണ് മികച്ച പ്രകടനമാണ് വെസ്റ്റ് ഇൻഡീസിന്റെ ബാറ്റ്സ്മാൻമാരെല്ലാം കാഴ്ചവെച്ചത്. സ്കോട്ട്ലാൻഡിന് വേണ്ടി ബൗളിംഗിൽ മികച്ചു നിന്നത് ബ്രാൻഡ് കറി 4 ഓവറിൽ 32-ന് 2, ഒലിവർ 3 ഓവറിൽ 23-ന് 1 എന്ന നിലയിലാണ്. അങ്ങനെ സ്കോട്ട്ലാൻഡിന് ജയിക്കാൻ 20 ഓവറിൽ 183 റൺസാണ് വേണ്ടത്. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ സ്കോട്ട്ലാൻഡ് 5 ഓവറിൽ 37-ന് 2, അതേപോലെ 12 ഓവറിൽ 105-ന് 3 എന്ന മികച്ച സ്കോറിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഷെപ്പേഡിൻ്റെ മാരക പ്രഹരം ഏറ്റ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ബാറ്റ്സ്മാൻമാരെല്ലാം കൂടാരം കയറി. സ്കോട്ട്ലാൻഡ് 18.5 ഓവറിൽ 147 റൺസിന് അവരുടെ എല്ലാവരും പുറത്തായി. ബാറ്റിങ്ങിൽ അവർക്ക് വേണ്ടി ബെറിങ്ടൺ 42, ടോം ബ്രൂസ് 35, മാർക്ക് അവസാനം ഒരു 15 റൺസ് പൊരുതി നോക്കിയെങ്കിലും വെസ്റ്റ് ഇൻഡീസ് ബൗളർമാരുടെ മികച്ച പ്രകടനത്തിന് മുമ്പിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മുടെ ഹോൾഡർ 100 വിക്കറ്റ് ഇൻ്റർനാഷണൽ കരിയറിൽ 100 വിക്കറ്റ് നേടിയിരിക്കുന്നു. അപ്പം വെസ്റ്റ് ഇൻഡീസിനിടയിൽ ബൗളർമാർ തിളങ്ങിയത് ഹോൾഡർ 3.5 ഓവറിൽ 30-ന് 3-ഉം നമ്മുടെ റോമൻ ഷെപ്പേഡ് 3 ഓവറിൽ 20-ന് 5 വിക്കറ്റും കരസ്ഥമാക്കി. അങ്ങനെ അവർ 35 റൺസിൻ്റെ ആധികാരിക വിജയമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ബാറ്റിങ്ങിൽ വെടിക്കെട്ട് തീർത്ത നമ്മുടെ ഹെയ്റ്റ്മെയർ തന്നെയാണ് മാൻ ഓഫ് ദ മാച്ചായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ അടുത്ത കളി ഇന്ത്യ USA തമ്മിലുള്ള മത്സരമാണ്. അതിൻ്റെ വാർത്തയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതൽ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.